നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് മിഥുനം രാശിക്ക് 2025 ഒക്ടോബർ 27-നും 28-നും വളരെയധികം ഭാഗ്യം വരുന്നു എന്നുള്ള കാര്യമാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർതം ആദ്യ 3 പാദം. ഈ മിഥുനം രാശിക്ക് ഇപ്പോൾ അടിപൊളി കാലമാണ്. ഞാനത് പ്രത്യേകം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പൊതുവിൽ. അപ്പോൾ ഓരോ ദിവസത്തെയും അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 5 വരെ ഇവർക്ക് നേട്ടങ്ങളുടെ കാലമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടു കാണും, ചിലത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ദിവസങ്ങൾ ഈ ഡിസംബർ 5 വരെയുള്ള കാലയളവിൽ. അപ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ 27-ാം തീയതിയും 28-ാം തീയതിയും ഫലങ്ങൾ പരമാവധി ഡീറ്റെയിൽഡായിട്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഒക്ടോബർ 27-ന് ഉച്ചയ്ക്ക് 3:43 PM മുതൽ ഒക്ടോബർ 28-ന് രാത്രി 10:14 PM വരെയുള്ള കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൊവ്വ 6-ാം ഭാവത്തിൽ വരുന്നു. 6-ാം ഭാവത്തിൽ വരുന്നു. ഓക്കെ, 6-ാം ഭാവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ശത്രു, രോഗം, കടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ 6-ാം ഭാവം സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ 11-ാം ഭാവാധിപനാണ് ചൊവ്വ. അത് 6-ാം ഭാവത്തിൽ സ്വക്ഷേത്രമായ വൃശ്ചികം രാശിയിൽ വരുന്നു. അതിശക്തമായിട്ടുള്ള രീതിയിലാണ് ചൊവ്വ നിങ്ങളുടെ ഒരു 45 ദിവസത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. 11-ാം ഭാവം എന്താണ്? ലാഭസ്ഥാനമാണ്. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഒരു ഭാവമാണ് 11-ാം ഭാവം എന്ന് പറയുന്നത്. പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ മേടം രാശി വരും. മേടം എന്ന് പറയുന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രമാണ്. അപ്പോൾ 11-ാം ഭാവാധിപൻ മറ്റൊരു സ്വക്ഷേത്രമായ വൃശ്ചികം രാശിയിൽ 6-ാം ഭാവത്തിൽ വരികയാണ്. അതാണ് ഇതിൻ്റെ ഈ ദിവസങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ മൊത്തത്തിൽ ഇവർക്ക് ഈ ദിവസങ്ങളിൽ 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. വ്യാഴം, ശിഖി, സർപ്പം, ശുക്രൻ, ചൊവ്വ, ബുധൻ, ചന്ദ്രൻ, കൂടാതെ സൂര്യൻ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. ശനി പക്ഷേ കർമ്മത്തിൽ 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവത്തിൽ ശനി കൂടുതൽ അനുഗ്രഹമൊന്നും തരില്ല. പക്ഷേ ഞങ്ങളുടെ വിലയിരുത്തലിൽ ശനി 10-ാം ഭാവത്തിൽ, കർമ്മഭാവത്തിൽ വരുന്നത് നിങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു അഭിനിവേശം, ഒരു ദൃഢനിശ്ചയം, അതായത് കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവും. ഊർജ്ജസ്വലരായിരിക്കും നിങ്ങൾ. അത് പക്ഷേ ഒരു കാര്യമുണ്ട്, ശനി ഈ 2 ദിവസങ്ങൾ മാത്രമല്ല, നിരവധി ദിവസങ്ങളുണ്ട്. അപ്പോൾ ഈ 27, 28 മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ തരുന്ന ഒരു ആചാരമുണ്ട്. ഞങ്ങൾ പണമായിട്ടൊന്നും ചോദിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയാം.
ദയവേത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ ബന്ധപ്പെടുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അതുപോലെ പൊതുവിൽ പറയുകയാണെങ്കിൽ ഇത് രാശിഫലം മാത്രമാണ്. ഓക്കെ, ഇത് കൂടാതെ നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ, അന്തർദശ, ഗ്രഹങ്ങളുടെ പൊതുവിലുള്ള സ്ഥിതി, ഇതെല്ലാം കൂടിച്ചേർന്നായിരിക്കും നിങ്ങൾക്ക് ഫലം വരുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്ന ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും നിർഭാഗ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഓക്കെ, അത് ചെറിയ അളവിലോ കൂടിയ അളവിലോ ഒക്കെ. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ മിഥുനം രാശിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലഗ്നം ഏതാണ്? ഇപ്പോൾ കർക്കിടക ലഗ്നമാണെന്ന് വെച്ചു. നിങ്ങൾ കർക്കിടക ലഗ്നമാണെങ്കിൽ കർക്കിടകം രാശിയുടെ ഫലവും കൂടി നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ചുരുക്കത്തിൽ ഒരു 100,000 ഡയമെൻഷനിലാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഫലങ്ങൾ വരുന്നത്. പക്ഷേ ഇതെല്ലാം റെഡിയായാലും നിങ്ങൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഇതൊന്നും തന്നെ അനുഭവത്തിൽ വരത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഏറ്റവും ഒടുവിലത്തെ വർഷങ്ങളിലായിരിക്കും, അതായത് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു 65 വയസ്സ് വരെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ 60ാമത്തെ വയസ്സിൽ മറ്റോ ആയിരിക്കും ഈ ജാതകത്തിൽ കാണുന്ന ഗുണഫലങ്ങളൊക്കെ വരുന്നത്. അത് പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ കാലയളവിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരണമെങ്കിൽ നിങ്ങൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നേ പറ്റുമോ. അത് നിർബന്ധമാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ 27-28 ദിവസങ്ങൾ, ഒക്ടോബർ 27-28 ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തം 4:45 AM മുതൽ രാവിലെ 5:33 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 27-28 തീയതികൾ. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ കിടന്ന് ഉറങ്ങിയാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാനിപ്പോൾ വിടുന്ന ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കിടന്നുറങ്ങുകയും തോന്നുമ്പോൾ അമ്പലത്തിൽ പോവുകയും പിന്നെ ഉള്ള കണ്ണീർ സീരിയലൊക്കെ കണ്ട് ഒരു 11-12 മണി വരെയൊക്കെ സീരിയലും കണ്ടൊക്കെ ഇരുന്നിട്ട് ആ സമയത്ത് വെളിച്ച ചാനൽ കണ്ടോളൂ, കുഴപ്പമില്ല കേട്ടോ, അത് ഞാൻ ഒഴിവാക്കി തരുന്നു. വെളിച്ചം ചാനൽ കണ്ടോളൂ. അപ്പോൾ അത് എന്നിട്ട് രാവിലെ ഒരു 8 മണിക്ക് 9 മണിക്കൊക്കെ എഴുന്നേറ്റ് യാതൊരു കൃത്യനിഷ്ഠയില്ലാതെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു സൗഭാഗ്യവും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ കിട്ടും, പക്ഷെ അത് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അത് മാത്രമല്ല, ഒരു കാര്യം ഓർക്കണം, കോടിക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥിക്കുന്നത്, കോടിക്കണക്കിന് ആൾക്കാരാണ്. അപ്പോൾ കൃത്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിലൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുക്കുമോ, ബ്രഹ്മമുഹൂർത്തത്തിൽ കിടന്ന് ഉറങ്ങുന്ന ഒരാൾക്ക് അനുഗ്രഹം കൊടുക്കുമോ ദൈവം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യനിഷ്ഠ പാലിക്കണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം, ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിരിക്കണം. ഞാനിപ്പോൾ ഈ വയസ്സാം കാലത്തും രാവിലെ എഴുന്നേറ്റ് ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഞാൻ ഒരു 5:13 ആകുമ്പോൾ ഷാർപ്പ് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുക, ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ. എന്നിട്ട് പിന്നെ ഞാൻ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടെയാണ് ഞാൻ ചെയ്യുന്നത്. അമ്പലം തുറന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് ഓം നമഃശിവായെങ്കിലും ചൊല്ലിക്കൊണ്ടായിരിക്കും ഞാൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതുപോലെ പ്രാർത്ഥനയോടെ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തോളൂ, പക്ഷെ അതും ചെയ്യുമ്പോൾ അമ്പലം തുറന്നിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഓം നമഃശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ ഒക്കെ ചൊല്ലിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ക്ഷേത്രം അടഞ്ഞിരിക്കുന്ന സമയത്ത് ശ്യാമളാദണ്ഡകം ചൊല്ലാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ വിഷയത്തിലോട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് വരാം.
വ്യാഴം നിങ്ങളുടെ 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ധനവരവ് കൂടിയിരിക്കും. പ്രധാനമായിട്ടും ഭൗതിക സുഖങ്ങൾ ഒക്കെ നേടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൊവ്വയും വ്യാഴവും ശുക്രനും ഒക്കെ അനുകൂലമായതുകൊണ്ട് വാഹനഭാഗ്യം ഫലം പറയാം. വാഹനഭാഗ്യം എന്ന് പറയാൻ പുതിയ കാറ് വാങ്ങണമെന്നില്ല. ഉള്ള കാറിൽ തന്നെ നമുക്ക് ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാം, അല്ലെങ്കിൽ കൊടൈക്കനാലിലോ ഊട്ടിയിലോ ഒക്കെ പോകാം. ഉല്ലാസയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്. ഗൃഹഭാഗ്യം, വീട് പുതിയതായിട്ട് വെക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ ഉള്ളവ തന്നെ മോടി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരവസരമാണ്. അതുപോലെ തന്നെ ധനവരവ് പ്രധാനമായിട്ട് കൂടിയിരിക്കും. അത് വ്യാഴമുണ്ട്, ശുക്രനുണ്ട്, ചൊവ്വയുണ്ട്, സർപ്പം, രാഹു അനുകൂലമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാകും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും എന്ന് പറയുമ്പോൾ നേരത്തെയുള്ള സൗഹൃദങ്ങൾ തന്നെ കൂടുതൽ ശക്തിയോടെ ഊട്ടി ഉറപ്പിക്കാൻ പറ്റും. പിന്നെ പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കും. അതുതന്നെ സമൂഹത്തിൽ ഉന്നതരുമായിട്ട് നിങ്ങൾക്ക് അടുത്ത ബന്ധം പുലർത്താൻ പറ്റും. അതുവഴി നേട്ടങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. കാര്യം ശുക്രനും ബുധനും അനുകൂലമാണ്. അതുപോലെ തന്നെ ചൊവ്വ ഉണ്ട്. ഇവിടെ 6ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ നിഷ്പ്രഭരാകും. ചില ശത്രുക്കളൊക്കെ ശത്രുത വെടിഞ്ഞ് നിങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ വരും. അപ്പോൾ മുഖം തിരിച്ചൊന്നും നിൽക്കേണ്ട കേട്ടോ, എല്ലാവരെയും സ്വീകരിക്കുക നമ്മൾ. ഓക്കെ. അതുപോലെ രോഗങ്ങൾ കുറയും. രോഗങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൽ അനുകൂലമായിട്ടുള്ള ഒരു വിധി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത. പിന്നെ പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും. കാരണം 8ാം ഭാവാധിപൻ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഭിക്കുന്നു. ഓക്കെ. അത് മാത്രമല്ല ശുക്രനും നിങ്ങളുടെ 8ാം ഭാവാധിപനെ ദൃഷ്ടി ചെയ്യുന്നു. ശനിയും ശുക്രനും കൂടി പരസ്പരം ദൃഷ്ടി ചെയ്യുകയാണ്. ശനിയും ശുക്രനും മിത്ര ഗ്രഹങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശനിയും ശുക്രനും ഇവിടെ അനുകൂലം തന്നെയാണ്. 4ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 4ാം ഭാവം എന്ന് പറയുന്നത് കുടുംബം, മനസ്സ്, അങ്ങനെയൊക്കെയുള്ള ഇതാണ്. മാതാവ്, ഗൃഹം, വാഹനം, ഇതൊക്കെയാണ് 4ാം ഭാവം സൂചിപ്പിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ശുക്രൻ 4ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ 8ാം ഭാവാധിപനായ ശനി വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ശുഭദൃഷ്ടി നേടിയെടുക്കുന്നു. ശുക്രൻ നവംബർ 2 വരെ ഈ അവസ്ഥ തുടരും. ശനി ശുക്രനും കൊണ്ടുള്ള പരസ്പര ദൃഷ്ടി. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളത് നല്ല ചികിത്സ കൊണ്ട് ഭേദപ്പെടാൻ സാധ്യത. അതുപോലെ തന്നെ നിങ്ങളുടെ സൂര്യൻ ഇവിടെ 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 5ാം ഭാവം എന്ന് പറയുന്നത് ഈ പൂർവ്വ പുണ്യസ്ഥാനമാണ്, പിതാവിനെ സൂചിപ്പിക്കുന്നതാണ്. സൂര്യൻ തന്നെ പിതാവുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുമെന്ന് മാത്രമല്ല, പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സൂര്യൻ ഇവിടെ 5ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ചൊവ്വ ഭൂമിയുടെ ആളാണ്. റിയൽ എസ്റ്റേറ്റ് കൈകാര്യം ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. അതുകൂടാതെ സർപ്പം, രാഹു അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പൂർവ്വപുണ്യം, അതായത് പൂർവികരുടെ അനുഗ്രഹം കിട്ടുമെന്ന് മാത്രമല്ല, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ പകർന്നു വരും. അപ്പോൾ ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്ത് സർപ്പം,
ചൊവ്വ, സൂര്യൻ ഇവയെല്ലാം കൂടെ കണക്ട് ചെയ്ത് പിന്നെ വ്യാഴത്തിൻ്റെയും ഫലം അനുകൂലമാണ്. അപ്പോൾ നിങ്ങൾക്ക് പൂർവിക സ്വത്ത് ലഭിക്കുകയോ പുതുതായിട്ട് ലഭിക്കുകയോ നേരത്തെ ഉള്ളതിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ ഒക്കെ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ എമൗണ്ടൊന്നും ആയിരിക്കത്തില്ല, 1000, 2000 ഒന്നും ആയിരിക്കത്തില്ല, ലക്ഷങ്ങളോ ചിലപ്പോൾ കോടികളോ ഒക്കെ ട്രാൻസാക്ഷൻ നടന്നു വരും. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ വളരെയധികം. പിന്നെ 5ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രനും ശനിയും കൂടി ദൃഷ്ടി ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ശനി 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. ഞാനത് പറഞ്ഞു. തിരക്ക് പിടിച്ച ഒരു കർമ്മമേഖലയായിരിക്കും നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും, കഠിനാധ്വാനം ചെയ്യും. നിങ്ങൾ അതുവഴി നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം, ഇപ്പോൾ 7ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടാതെ ശനിയുടെ ദൃഷ്ടി ചന്ദ്രനിൽ വരുന്നുണ്ട്, 7ാം ഭാവത്തിൽ വരുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതം പൊതുവെ മെച്ചമായിരിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ ഈ കർമ്മകുശലത കണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യാഴം ശുക്രനുമൊക്കെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നത് കണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ വളരെയധികം നല്ല കാലഘട്ടമാണ് മിഥുനം രാശിക്ക് വരുന്നത്. ഏകദേശം ഡിസംബർ 5 വരെ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് തുടരുന്നത്. എങ്കിലും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, ഒക്ടോബർ 27ഉം 28ഉം അതിൻ്റെ ടൈം ഞാൻ പറഞ്ഞു. ഒക്ടോബർ 27-ന് 3:43 PM മുതൽ ഉച്ചയ്ക്ക് ശേഷം മുതൽ ഒക്ടോബർ 28-ന് രാത്രി 10:14 PM വരെ ആണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. മിഥുനം രാശിക്കാർക്ക് മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.